ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉള്ളിയും മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരത്തിന്റെ റെസിപ്പിയാണ്. വെറും 5 മിനിറ്റ് മതിയാവും ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് ഇതുപോലെ നീളത്തിൽ തന്നെ ഉള്ളി കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഉള്ളിയെല്ലാം ഒറ്റയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. എന്നാലാണ് ഈ പലഹാരത്തിന് പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. ഞാനെടുത്തിട്ടുള്ള ഈ ഒരു സവോളയുടെ കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ സവോള എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കറക്റ്റാക്കി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ 2 സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം ഒന്നിച്ച് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം മുഴുവനെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്നിച്ച് ചതച്ചത്. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഒരു 2 സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ട് ഇതുപോലെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുകൂടെ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പലഹാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ ചിക്കൻ സ്റ്റോക്കും ചിക്കൻ മസാലപ്പൊടിയും മുട്ടയൊക്കെ ചേരുന്നത് കൊണ്ടാണ് ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിൽ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേറെ പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുന്നായിട്ട് ഈ ഒരു ഉള്ളിയും ഈ ഒരു മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താലേ എല്ലാം ഒരു കറക്റ്റ് പരുവത്തിനും ടേസ്റ്റിലേക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് 1/2 കപ്പ് അളവിൽ കടലമാവാണ്. പിന്നെ ഇതിലേക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. വറുത്ത അരിപ്പൊടി തന്നെ വേണം. അതും കൂടെ 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പലഹാരത്തിനെ ക്രിസ്പിയാക്കി എടുക്കുന്നത് അരിപ്പൊടിയാണ്. അതുകൊണ്ട് തന്നെ അരിപ്പൊടി സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഇതുപോലെ 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു മുട്ടയുടെ നനവിൽ മാത്രം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കടലമാവിൽ കട്ടകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉടച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു മുട്ടയുടെ നനവിൽ മാത്രം നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോഴാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരണം. അതുകൊണ്ടാണ് ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ കൈയുടെ ഉള്ളങ്കയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിയാകാതെ നല്ല നൈസായിട്ട് വേണം ഇങ്ങനെ പരത്തിയിട്ട് എടുക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ 2 വശവും ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് കിട്ടുള്ളൂ. വീണ്ടും നമ്മൾ അടുത്തതെടുത്ത് ചെയ്യാൻ നേരത്ത് കൈ ഒന്നുകൂടി വെള്ളത്തിൽ മുക്കി നനച്ചെടുക്കണം. എന്നാലേ അത് നന്നായിട്ട് കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു മാവ് ഇട്ട് കൊടുക്കുമ്പോൾ പകുതി വരേക്കും മാത്രം നിൽക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഉള്ളി കരിഞ്ഞു പോകും. ഇതിൻ്റെ എല്ലാം 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി പലഹാരമാണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.